ഇന്ന് ലോകത്തെ ഏറ്റവും വിശ്വസനീയമായ കാർ ബ്രാൻഡുകളിലൊന്നാണ് നിസാൻ. പക്ഷേ ഈ വിശ്വാസ്യതയുടെ പിന്നിലെ കഥ അത്ര ലളിതമല്ല. ഇത് ഒരു പോരാട്ടത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ്. ജപ്പാനിലെ ചക്രവർത്തിയുടെ തിരിച്ചുവരവിന് തൊട്ടുപിന്നാലെ 1875-ൽ മസാജിറോ ഹാഷിമോട്ടോ ജനിച്ചു. പിന്നീട് ജപ്പാൻ ഒരു വ്യാവസായിക ശക്തിയായി മാറിയ കാലഘട്ടമായിരുന്നു അത്. അക്കാലത്തെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു മസാജിറോ. ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് കൃഷി വാണിജ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്തു. അവിടെ ട്രാക്ടർ വികസനത്തിലും മാനേജ്മെന്റിലും ഉൾപ്പെട്ടിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് പഠനത്തിന് പോയ അദ്ദേഹം ഒരു സ്റ്റീം എഞ്ചിൻ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തു. ജപ്പാനിലെത്തിയ ശേഷം ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, മെഷീൻ ഗൺ നിർമ്മാണം, കൽക്കരി ഖനന ഉപകരണങ്ങളുടെ രൂപകൽപ്പന എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു. എന്നാൽ യഥാർത്ഥ താൽപര്യം കാർ നിർമ്മാണത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ സ്വന്തം കമ്പനി സ്ഥാപിക്കാൻ ആവശ്യമായ ഫണ്ട് ശേഖരിച്ചു. 1911 ജൂലൈ 1 ടോക്കിയോയിലെ അബാസുഹിരു പ്രദേശത്ത് കുയിഷിൻഷ മോട്ടോർ കാർ വർക്ക്സ് സ്ഥാപിതമായി. ആദ്യത്തെ കാറിന്റെ രൂപകൽപ്പന പെട്ടെന്ന് തന്നെ തുടങ്ങി. ഡാറ്റ് എന്ന പേരിൽ അറിയപ്പെട്ട ആ കാർ ജപ്പാനിൽ നിർമ്മിച്ച ആദ്യത്തെ കാറുകളിൽ ഒന്നായിരുന്നു. 1918-ൽ കാഷിൻഷ മോട്ടോർ കാർ കമ്പനി ലിമിറ്റഡ് എന്നും 1925-ൽ ഡാറ്റ് ഗിഡോഷ ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്നും പേര് മാറി. ഡാറ്റ്, ഡാറ്റ്സൺ എന്നീ കാറുകളുടെ നിർമ്മാണത്തിനൊപ്പം ലോറികളും നിർമ്മിച്ചു. അക്കാലത്ത് കാർ വിപണി വളരെ ചെറുതായിരുന്നതിനാൽ ലോറി നിർമ്മാണത്തിലാണ് കമ്പനിക്ക് കൂടുതൽ ശ്രദ്ധ. 1923-ൽ കാൻഡോ ഭൂകമ്പത്തിന് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ലോറികൾ ഉപയോഗിച്ചു. 1918-ൽ ആദ്യത്തെ ഡാറ്റ് ലോറി സൈന്യത്തിനായി നിർമ്മിച്ചു. 1931-ൽ ഡാറ്റ്സൺ ടൈപ്പ് 11 എന്ന ചെറിയ കാർ പുറത്തിറക്കി. ഡാറ്റ് എന്ന വാക്കിന്റെ ചെറിയ പതിപ്പാണ് ഡാറ്റ്സൺ എന്ന പേര് വന്നത്. 1928-ൽ യോഷിസുഗെ ഐഗൈവ സ്ഥാപിച്ച നിഹോൺ സാന്യോ എന്നൊരു കമ്പനിയുണ്ടായിരുന്നു. 1930-കളിൽ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിഹോൺ സെൻഗ്യോ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതാണ് നിസാൻ എന്ന പേരിന്റെ ഉത്ഭവം. അക്കാലത്ത് ഫൗണ്ടറുകളും ഓട്ടോ പാർട്സ് കമ്പനികളും ഉണ്ടായിരുന്ന ഈ കമ്പനി ഒരു കുടുംബ നിയന്ത്രിത സംഘടനയായിരുന്നു. കാർ നിർമ്മാണം തുടങ്ങിയത് 1933-ൽ ഡാറ്റ് മോട്ടോഴ്സ് വാങ്ങിയ ശേഷമാണ്. മസാജിറോ ഹാഷിമോട്ടോയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ വിൽപ്പന. അങ്ങനെ നിസാൻ മോട്ടോർ കമ്പനി സ്ഥാപിതമായി. പഴയ ടെക്നോളജിയെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം തുടർന്നു. ചില മോഡലുകൾക്ക് ഡാറ്റ്സൺ പേര് തന്നെ നിലനിർത്തി. 1935-ൽ യോക്കോഹാമയിൽ നിസാന്റെ പ്ലാന്റ് പൂർത്തിയായി. 1935-ൽ തന്നെ ഇന്റഗ്രേറ്റഡ് അസംബ്ലി സിസ്റ്റം ഉപയോഗിച്ച് ആദ്യത്തെ വാഹനം നിർമ്മിച്ചു. ജപ്പാനും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ സമയത്ത് നിസാൻ ലോറികളും വിമാനങ്ങളും എഞ്ചിനുകളും നിർമ്മിച്ചു. 1937-ൽ നവംബറിൽ മഞ്ചൂറിയയിലെ തലസ്ഥാനമായ ഷിങ്കിങ്ങിലേക്ക് ആസ്ഥാനം മാറ്റി. മഞ്ചൂറിയ ഹെവി ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കമ്പനി എന്ന പേരും നൽകി. ജപ്പാന്റെ സൈനിക സർക്കാർ അക്കാലത്തെ നിരവധി കമ്പനികളെ നിയന്ത്രിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിരുന്നു ഇത്. രണ്ടാം ലോക മഹായുദ്ധം വരെ ജപ്പാൻ സൈന്യത്തിന് ഉപകരണങ്ങൾ നിർമ്മിക്കേണ്ടി വന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം അമേരിക്കയുടെ അനുമതിയോടെയാണ് കാർ നിർമ്മാണം പുനരാരംഭിച്ചത്. കൊറിയൻ യുദ്ധസമയത്ത് അമേരിക്കൻ സൈന്യത്തിന് വാഹനങ്ങൾ നൽകിയത് നിസാനെ വളർത്തി. യുദ്ധത്തിന് ശേഷം ജപ്പാനിൽ ശക്തമായ തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ടു. നിസാനും സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിട്ടു. വേതന ചർച്ചകളിൽ കമ്പനിക്ക് തോൽവി സംഭവിച്ചു. നിരവധി തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഈ സമയത്ത് തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു ഷിയോജി ഇച്ചിറോ. അമേരിക്കൻ സർക്കാരിന്റെ സ്കോളർഷിപ്പിൽ ഹാർവാർഡ് സർവകലാശാലയിൽ പഠിച്ച അദ്ദേഹം 2000 തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായി വേതനം കുറയ്ക്കാൻ നിർദ്ദേശിച്ചു. ഇച്ചിറോയുടെ നിർദ്ദേശം പുതിയ ഒരു തൊഴിലാളി ഉടമ്പടിയിൽ ഉൾപ്പെടുത്തി. ഉൽപാദനക്ഷമതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു ഈ ഉടമ്പടി. ആദ്യം തോൽവിയെന്ന് തോന്നിയത് പിന്നീട് കമ്പനിയുടെ വലിയ ശക്തിയായി മാറി. ബ്രിട്ടീഷ് കാർ നിർമ്മാതാക്കളായ ഓസ്റ്റിന്റെ ലൈസൻസുള്ള ഡിസൈനുകളിൽ നിന്നുള്ള കാറുകൾ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാൻ ഇത് സഹായിച്ചു. ഓസ്റ്റിൻ പേറ്റന്റുകൾ ഉപയോഗിച്ച് നിസാൻ അക്കാലത്തെ എഞ്ചിൻ ഡിസൈനുകളേക്കാൾ മികച്ച പതിപ്പുകൾ നിർമ്മിച്ചു. 1967-ൽ നിസാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത 4 സിലിണ്ടർ ഓവർഹെഡ് കാം നിസാൻ എൽ എഞ്ചിൻ പുറത്തിറക്കി. ഈ എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഡാറ്റ്സൺ 510 മോഡൽ ലോകത്തെ സെഡാൻ മാർക്കറ്റിൽ നിസാന് അംഗീകാരം നേടിക്കൊടുത്തു. പിന്നാലെ ആകർഷകമായ ഡിസൈനുള്ള 6 സിലിണ്ടർ സ്പോർട്സ് കാറായ നിസാൻ 240Z പുറത്തിറക്കി. ഈ കാലഘട്ടത്തിൽ നിസാൻ തന്റെ മാർക്കറ്റ് വികസിപ്പിക്കുന്നതിനൊപ്പം ഗവേഷണ വികസന മേഖലയിലും ശ്രദ്ധിച്ചു. 240Z കാർ വന്നതോടെ നിസാൻ കമ്പനി കാർ ലോകത്ത് തരംഗമായി. 1966-ൽ പ്രിൻസ് മോട്ടോർ കമ്പനിയുമായി കൂട്ടുകെട്ടി. സ്കൈലൈൻ, ഗ്ലോറിയ എന്നീ മോഡലുകൾ നിസാൻ കുടുംബത്തിലെത്തി. പ്രിൻസ് പേര് മാറി നിസാനായി. സ്കൈലൈൻ കാറുകൾ പിന്നീട് ലോകത്തിലെ മികച്ച സ്പോർട്സ് കാറുകളിൽ ഒന്നായി. 1973-ലെ എണ്ണക്ഷാമം വന്നപ്പോൾ ലോകം ചെറിയ കാറുകളിലേക്ക് തിരിഞ്ഞു. അമേരിക്കയിലാണ് ഇത് കൂടുതലായി അനുഭവപ്പെട്ടത്. മെക്സിക്കോ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, തായ്വാൻ, അമേരിക്ക, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ പുതിയ നിസാൻ സണ്ണി കാറുകൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു.
1980-കളുടെ തുടക്കത്തിൽ യൂറോപ്പിൽ ഏറ്റവും ജനപ്രിയ ജാപ്പനീസ് ബ്രാൻഡ് നിസാനായി. യൂറോപ്പിലെ ഉപഭോക്താക്കൾക്ക് എളുപ്പമാക്കാൻ യൂറോപ്പിൽ തന്നെ ഫാക്ടറി വേണമെന്ന് നിസാൻ ആഗ്രഹിച്ചു. ഗ്രീസിലെ ഫാക്ടറി വികസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ ഇംഗ്ലണ്ടിലെ സണ്ടർലാൻഡ് തിരഞ്ഞെടുത്തു. 300SX, പുതിയ സ്കൈലൈൻ, 240SX, സിൽവിയ തുടങ്ങിയ സ്പോർട്സ് കാറുകൾ നിർമ്മിച്ചു. ഇവ ട്യൂണർ കാർ ലോകത്തെ ഹിറ്റുകളായി. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രസീലിൽ ഫാക്ടറി തുടങ്ങി. 2005-ൽ ഇന്ത്യയിൽ നിസാൻ കമ്പനി തുടങ്ങി. ചെന്നൈയിൽ വലിയ നിക്ഷേപം നടത്തി. ഇന്ത്യൻ മാർക്കറ്റിനും യൂറോപ്പിനും കാർ നിർമ്മിച്ചു. പക്ഷേ 2000-കളുടെ തുടക്കത്തിൽ കമ്പനി പ്രശ്നത്തിലായി. ഫ്രഞ്ച് കമ്പനിയായ റെനോൾട്ടുമായി കൂട്ടുകെട്ടി. കാർലോസ് ഗോസൻ CEO ആയി. ഗോസിന്റെ നേതൃത്വത്തിൽ നിസാൻ വീണ്ടും ശക്തമായി. ചരിത്രത്തിലെ മികച്ച കമ്പനി തിരിച്ചുവരവുകളിൽ ഒന്നായി ഇത് പറയപ്പെട്ടു. നിസാനും ഇൻഫിനിറ്റിയും ബ്രാൻഡുകൾ വളർന്നു. ജപ്പാനിൽ ഗോസിന് വലിയ ആളായി. ജപ്പാൻ സർക്കാർ പുരസ്കാരം നൽകി. നിസാൻ GTR എന്ന മികച്ച കാർ പുറത്തിറക്കി. പക്ഷേ ഈ സന്തോഷം നീണ്ടില്ല. 2017-ൽ ഗോസൻ CEO സ്ഥാനത്ത് നിന്ന് ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ജപ്പാനിൽ നിന്ന് രക്ഷപ്പെട്ടു. നിസാന് വലിയ നഷ്ടം. 12,500 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഉൽപാദനം കുറച്ചു. നഷ്ടം വന്നു. പുതിയ നേതൃത്വത്തിൽ കമ്പനിയെ പുനരുദ്ധരിച്ചു. ലീഫ്, ടിഡ, മൈക്ര, സണ്ണി തുടങ്ങിയ കാറുകൾക്ക് പ്രാധാന്യം. Z നെയിം പ്ലേറ്റ് തിരിച്ചു കൊണ്ടുവന്നു. നിസാൻ കമ്പനി ഇലക്ട്രിക് വാഹനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബാറ്ററി സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തി. ഇലക്ട്രിക് കാറുകളുടെ വില കുറക്കാനുള്ള ശ്രമങ്ങളും നടന്നു. പുതിയ ഇലക്ട്രിക് കാർ മോഡലുകളും അവതരിപ്പിച്ചു. ഭാവിയിൽ ഇലക്ട്രിക് കാറുകൾക്ക് പ്രാധാന്യം നൽകാനാണ് നിസാന്റെ ലക്ഷ്യം. സ്വയം ഡ്രൈവ് സാങ്കേതിക വിദ്യയിലും നിസാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇന്ന് നിസാൻ ലോകത്തെ പ്രമുഖ കാർ നിർമ്മാതാക്കളിൽ ഒന്നാണ്. പല രാജ്യങ്ങളിലും ഫാക്ടറികളും ഡീലർഷിപ്പുകളുമുണ്ട്. സുരക്ഷ, പരിസ്ഥിതി സൗഹൃദം, പുതുതലമുറ സാങ്കേതിക വിദ്യ എന്നിവയിൽ നിസാൻ ശ്രദ്ധിക്കുന്നു. നിസാന്റെ യാത്ര ഇപ്പോഴും തുടരുന്നു. ഭാവിയിലും മികച്ച കാറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ കമ്പനി പ്രവർത്തിക്കുന്നു. നിസാൻ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.